ASK വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കോഴിക്കോട് നിന്ന് ആലപ്പുഴയ്ക്ക് റിട്ടേൺ ട്രിപ്പ് പോവുകയാണ്. ഞാനും കൊച്ചുമാണ് പോകുന്നത്. അപ്പോൾ LDC പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോക്കാണ്. അപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തിയപ്പോൾ ഞാനും അവളും കൂടെ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് മിഠായി തെരുവൊന്ന് കണ്ട് അതിലൂടെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമെന്ന്. അപ്പോൾ അങ്ങനെ സംഭവിച്ച ഒരു യാത്രയാണിത്. അപ്പം മിഠായി തെരുവിനെ കുറച്ച് വീഡിയോസും അതിൻ്റെ കുറച്ച് കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ട്. മിഠായി തെരുവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഹരമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ചുമ്മാ കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിൽ ആരായാലും ഒന്ന് പറയും നമ്മളൊന്ന് SM സ്ട്രീറ്റ് ഇല്ലെങ്കിൽ മിഠായി തെരുവിലൊന്ന് കറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന്. കാരണം അത്രത്തോളം ഒരു വിലപ്പെട്ട ഒരു സ്ഥലമാണ് കോഴിക്കോടുകാർക്ക്, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് പോലും ആണെങ്കിലും കോഴിക്കോട് എന്ന് പറയുന്നത്, കോഴിക്കോട് അല്ലെങ്കിൽ മിഠായി തെരുവ് എന്ന് പറയുന്നത് ഒന്ന് കയറി ഇറങ്ങാൻ പറ്റുന്ന എന്ന് വെച്ചാൽ നമുക്ക് പർച്ചേസിങ്ങിന് എന്തിനു വേണമെങ്കിലും നമുക്കൊന്ന് കറങ്ങി അടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ആണെങ്കിലും ഇതിലൂടെ 4 വീലേഴ്സ് അങ്ങനത്തെ വാഹനങ്ങളൊക്കെ ഇതിലൂടെ പ്രവേശനമുണ്ടായിരുന്നു. പക്ഷേ 2007 ശേഷം തീപിടുത്തം നടന്ന പിന്നെയാണ് ഇതിൻ്റെ ഈ റിനോവേഷൻ വർക്കിനും കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടെ ഒന്ന് വേഗത കൈവരിച്ചത്. അപ്പം 2017 നമ്മൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഈ തെരുവ് ഉദ്ഘാടനം ചെയ്യുകയും ആ സമയം തൊട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള 4 വീലേഴ്സിൻ്റെ യാത്ര നിർത്തിവെക്കുകയും ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഈ കട ഉടമകളും അവരൊക്കെ ആയിട്ട് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവരുടെ കച്ചവടത്തിന് ഇത് ബാധിക്കുമോ എന്നുള്ളൊരു പേടി കൊണ്ട്. പക്ഷേ അതൊക്കെ മാറി ഈ കാലം തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഇതൊന്നും പിന്നെ ഈ കോഴിക്കോടുകാർക്കില്ല, പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം മിഠായി തെരുവ് എന്നുള്ളത് അത്രത്തോളം നമ്മളുടെ മനുഷ്യ ഹൃദയത്തിൽ, നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അത്രത്തോളം ഡീപ്പായിട്ട് ഇറങ്ങിയ ഒരു സംഭവമാണെന്ന് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്. പിന്നെ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് കിട്ടാനുള്ളത് ഹലുവ, അതേപോലെ തന്നെ എന്ത് സാധനങ്ങളാണെങ്കിലും നമുക്ക് ഈ ഒരു മിഠായി തെരുവിൽ നമ്മൾ വരുവാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പിന്നെ പൈസ എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ എമൗണ്ടിൽ തന്നെ നമുക്ക് കുറേ സാധനങ്ങൾ, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഇവിടെ നിന്നും നമുക്ക് വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ്. മെയിനായിട്ട് ഹലുവ, ചിപ്സ്, അതേപോലെ തന്നെ ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ, ടെക്സ്റ്റൈൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കണ്ണൂരുകാരാണ് ശരിക്കും മിഠായി തെരുവിൽ ആദ്യമായിട്ട് ഈ വ്യാപാര സാധ്യത ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് പിന്നെ കണ്ണൂരുകാരാണ്. അവിടെ ഉള്ളവർ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ടെക്സ്റ്റൈൽസിൻ്റെ ഒരു കുത്തക എന്ന് തന്നെ വേണം പറയുക. കണ്ണൂരുകാരാണ് ഈ കോഴിക്കോട് മിഠായി തെരുവിൽ ടെക്സ്റ്റൈൽസിൻ്റെ ഒരു കുത്തക ആയിട്ട് നിലകൊള്ളുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മെയിനായിട്ട് എല്ലാ ആൾക്കാരും ഉണ്ട്. ടെക്സ്റ്റൈൽസ്, അതേപോലെ ഹോട്ടൽസ് ഉണ്ട്, പിന്നെ ഈ വഴിയോര കച്ചവടമുണ്ട്, പിന്നെ ചിപ്സിൻ്റെ കേന്ദ്രം, ഹൽവ കേന്ദ്രം, ഹൽവ ബസാറുണ്ട്. ഇവിടെ എല്ലാത്തിൻ്റെയും ഒരു സെൻറ്ററാണ് മിഠായി തെരുവ്. നമുക്കിപ്പം ഒരു ഓണം, അതേപോലെ തന്നെ ബക്രീദ്, പിന്നെ ക്രിസ്മസ്, ഇങ്ങനത്തെ ഫെസ്റ്റിവൽസൊക്കെ വരുമ്പോൾ ഈ മിഠായി തെരുവിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സൂചി ഇട്ട് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇല്ലെങ്കിൽ നമ്മളിപ്പം നടന്നു പോവുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കിയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അത്രത്തോളം തിരക്കാണ് ഈ മിഠായി തെരുവിൽ ആ ടൈമിലൊക്കെ പിന്നെ നമുക്ക് അനുഭവപ്പെടുക. അപ്പോൾ പിന്നെ അത്രത്തോളം കച്ചവടവും ആ സമയത്ത് നടക്കുന്നുണ്ട്. ഇത് മെയിനായിട്ട് നമുക്ക് പിന്നെ ഈ മിഠായി തെരുവിൻ്റെ കച്ചവടത്തെ ബാധിച്ചത് എന്ന് വെച്ചാൽ കോവിഡിൻ്റെ സമയത്തായിരുന്നു ഇവിടുത്തെ കച്ചവടമൊക്കെ മെയിനായിട്ട് ബാധിച്ചത്. അന്ന് ഒരു ഷോപ്പ് പോലും ഇവിടെ തുറക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ കുറേ കടക്കണിയിലും കുറേ ഷോപ്പുകളൊക്കെ പൂട്ടിപ്പോയിട്ടും ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ബ്രിട്ടീഷ് കോളനിയുള്ള സമയത്ത് ഹലുവ ആയിരുന്നു മെയിനായിട്ട് ഇവിടെ പിന്നെ കച്ചവടം ചെയ്തിരുന്നത്. ഹലുവ ഒക്കെ ഇവിടെ നല്ലോണം ഉണ്ടാക്കിയിരുന്നു. ഹലുവ ബസാർ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏതോ ഒരു സായിപ്പ് ഇവിടുന്ന് പിന്നെ ഹലുവ കഴിച്ചപ്പോഴാണ് മൂപ്പര് പിന്നെ ഇത് ഒരു സ്വീറ്റ് മീറ്റ് എന്ന് ഇതിനെ വിളിച്ചത്. അതാണ് ലോപിച്ച് SM സ്ട്രീറ്റ് എന്നായിരുന്നു. പിന്നെ മലയാളികൾ അതിനെ ഒന്നുകൂടെ അടിപൊളിയാക്കി മിഠായി തെരുവെന്ന് ആക്കി. പിന്നെ ഇതിൻ്റെ ഒത്ത നടുവിൽ എന്ന് വെച്ചാൽ മിഠായി തെരുവിൻ്റെ ഒത്ത നടുവിൽ ഒരു പാർസി ക്ഷേത്രമുണ്ട്, അതേപോലെ ശ്മശാനമുണ്ട്. ഒരു 5 മാസം ശ്മശാനം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ബാറ്റ ഷോറൂമിൻ്റെ അടുത്താണ്. അപ്പോൾ ഇതൊക്കെയാണ് മിഠായി തെരുവിനെ പറ്റി ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ മിഠായി തെരുവിലൂടെ നടന്ന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ നേരെ ഇനി അടുത്തത് ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ വിശേഷങ്ങൾ. ഓക്കെ, സി യു, ബൈ.